أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, വിശുദ്ധ മക്കയിലെ നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെടുകയാണ്. ഇനി നമ്മൾ കൗണ്ട് ഡൗണിലേക്കാണ് പോകുന്നത്. എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി ആലോചിക്കേണ്ടത് നമ്മുടെ അമലുകളെ കുറിച്ചാണ്. വിശേഷിച്ചും നമ്മളിവിടെ വളരെ പ്രയാസപ്പെട്ട് വന്നിട്ടുള്ളത്, ത്യാഗം സഹിച്ച് വന്നിട്ടുള്ളത് ഹജ്ജ് കർമ്മങ്ങളെ കുറിച്ച്. ഏത് കർമ്മമായാലും നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് നമ്മുടെ ജീവിതം മാറേണ്ടത് രണ്ട് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. രണ്ട് സ്നേഹമാണ് നമ്മുടെ ഇബാദത്തുകളുടെ അടിസ്ഥാനം. ഒന്നാമത്തേത് അല്ലാഹുവിനോടുള്ള സ്നേഹം, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് ഇഖ്ലാസ് എന്നറിയപ്പെടുന്നത്. നബിയോടുള്ള സ്നേഹമാണ് സുന്നത്ത് എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും നമ്മൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഇനി നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ വായിക്കാൻ. ഇഖ്ലാസ് എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. എല്ലാ അമലുകളിലും അത് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഇഖ്ലാസിൻ്റെ സ്ഥാനം ഖൽബാണ്, ഹൃദയമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും എന്താണ് ഈ ഇഖ്ലാസ് എന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറില്ല. അത് നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോട് മാത്രമുള്ള സ്നേഹം. അള്ളാഹുവിനോട് മാത്രമുള്ള ഈ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ നമുക്ക് സ്വീകരിക്കപ്പെടുന്നവയായി മാറുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അവിടെ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. അതിന് നമ്മുടെ ഹൃദയം ആ അള്ളാഹുവിനോടുള്ള സ്നേഹം നിറയാൻ മാത്രം പാകമുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ഒന്ന് നോക്കണം, ഈ 4 കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്. ഒന്നാമത്തേത് തവക്കുലാണ്. തവക്കുലാണ്. എൻ്റെ കാര്യം എൻ്റെ കയ്യിലല്ല. ആ ഒരു ബോധം നമുക്കുണ്ടോ? എൻ്റെ കയ്യിലല്ല. എല്ലാവർക്കും അറിയാം അല്ല എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മൾ പ്ലാൻ ചെയ്യണതിനനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകും, നമുക്ക് സമാധാനം കിട്ടും, അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, അള്ളാഹു തിരിച്ച് നമ്മളെയും സ്നേഹിക്കും. അതാണ് തവക്കുലിൻ്റെ പ്രത്യേകത. വഉഫവ്വിദു അംരി ഇലല്ലാഹ്, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കടുപ്പമുള്ള ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നമ്മളിൽ തവക്കുലുണ്ടോ എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത്. രണ്ടാമത്തേത് റിളയാണ്. റിള എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള തൃപ്തിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എന്തും നന്മയാണ്, ഖൈറാണ്, അതുകൊണ്ട് ഞാനത് തൃപ്തിപ്പെടുന്നു എന്ന് നമുക്ക് പറയാനാകുന്നുണ്ടോ? നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭൗതികമായ സ്നേഹത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളിൽ വരും, അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്ന് എന്ത് വന്നാലും നമ്മൾ എന്താക്കും? തൃപ്തിപ്പെടും. കാരണം എന്താ? നമുക്കറിയാം നമ്മൾ ഇഷ്ടപ്പെട്ട ആൾ നമുക്ക് എന്തേ തരൂ? നല്ലതേ തരും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആരെക്കുറിച്ചാണ്?
അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധം, ആ തൃപ്തി നമുക്കുണ്ടായാൽ, നസ്രുല്ലാഹി പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹു നിനക്ക് എന്താണോ വീതിച്ചു തന്നത് അതിൽ നീ തൃപ്തിപ്പെട്ടാൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ധനികനാകാൻ നിനക്ക് സാധിക്കും. ഇപ്പം നമ്മളൊന്നും എന്തല്ല, ധന്യരല്ല, നമ്മളെപ്പോഴും അസ്വസ്ഥരാണ്, നമ്മുടെ മനസ്സ് ബേജാറിലാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. മൂന്നാമത്തേത് നമ്മൾ പരിശോധിക്കേണ്ടത് തഫാഉല. തഫാഉൽ എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷയാണ്. ശുഭപ്രതീക്ഷ. നമുക്ക് നഹ്സ് അറിയാം അല്ലേ? നമ്മുടെ കലണ്ടറിലൊക്കെ നഹ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഹ്സ് എന്താ? ദുശകുനമാണ്. ദുശകുനമാണ്. നമ്മളോട് ആരാ പറഞ്ഞ് ഈ ദുശകുനം നോക്കാൻ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നമ്മൾ നോക്കേണ്ടത് ദുശകുനമല്ല, നമുക്കുണ്ടാകേണ്ടത് തഫാഉലാണ്, ശുഭപ്രതീക്ഷയാണ്. എന്താ ശുഭപ്രതീക്ഷ? വരാനിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയതിനേക്കാൾ ഏറ്റവും നല്ലതാണ് എന്ന ചിന്ത. അതാണ്, അത് ഉറപ്പായിരിക്കും. നോക്കൂ, അത് എപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ? നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹം ശക്തമാകുമ്പോഴേ അത് കിട്ടുള്ളൂ. അപ്പോഴേ കിട്ടും. അള്ളാഹു ഇങ്ങനെ നോക്കുന്നത് അതാണ്. നമ്മൾ ദുശകുനത്തിന്റെ ആളുകളാകുന്നുണ്ടോ ശുഭപ്രതീക്ഷയുടെ ആളുകളാകുന്നുണ്ടോ? എന്തായാലും ഇപ്പൊ ഒരു കച്ചവടം തുടങ്ങി, നമ്മൾ ഉദാഹരണം പറയാം. കച്ചവടത്തിൽ ഭയങ്കര നഷ്ടം വന്നു. അപ്പൊ പലരും പറയും എന്താ, അത് എനിക്ക് ദുശകുനം സംഭവിച്ചതാണ്, ഞാൻ തുടങ്ങിയ ദിവസം ശരിയായില്ല. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇതിന് പകരം നമ്മൾ എന്താക്കണം? നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കണം? ഈ കച്ചവടത്തിലെ നഷ്ടം എനിക്കൊരു വലിയ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ലാഭമുള്ള ഒരു കച്ചവടത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതിനാണ് തഫാഉൽ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി. നാലാമത്തേത് തസ്ലീം ആണ്. തസ്ലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖദറുകളെ നാം തൃപ്തിപ്പെടുക, അതിന് വിധേയമാവുക, സമർപ്പിക്കുക. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ചോ ഖലാഇനെ കുറിച്ചോ നമുക്ക് ശുണ്ഠി ഉണ്ടാകും, നമുക്ക് ദേഷ്യമുണ്ടാകും. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തസ്ലീമാണ്. ഈ 4 ഗുണങ്ങൾ നമുക്കുണ്ടായാൽ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കുണ്ടാകും. ഇതില്ലെങ്കിലോ സ്നേഹം ഉണ്ടാവില്ല. ഈ സ്നേഹമുണ്ടായാൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവും. ഇതില്ലെങ്കിലോ ഇഖ്ലാസ് ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും നോക്കാം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു, അൽ മുഖ്ലിസു ലിറബ്ബിഹി കൽ മാശി അലാ റം. ഞാൻ എപ്പോഴും പറയണം, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഖൽബിലേക്ക് മാത്രമാണ്. നമ്മളെ ഖൽബിലേക്ക് മാത്രമാണ്. ഇഖ്ലാസുള്ള ഒരാളുടെ സ്വഭാവം കൽ മാശി അലാ റം, മണലിൻ്റെ മുകളിലൂടെ നടക്കണ മാതിരിയാണ്. മണലിൻ്റെ മുകളിലൂടെ നടന്നാൽ എന്താ? ലാ തസ്മഉ ഖുത്വാതുഹു, സ്റ്റെപ്പിൻ്റെ ശബ്ദം കേൾക്കൂല, കാലടി ശബ്ദം കേൾക്കോ? ഇല്ല. വലാകിൻ തറാ ആസാറഹു, അതിൻ്റെ അടയാളം കാണും. മനസ്സിലായില്ലേ പറഞ്ഞ്? അപ്പൊ അടയാളം എവിടെ കാണണം? നമ്മുടെ ഹൃദയത്തിൽ. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അവിടേക്ക് നമ്മൾ എത്താതിരുന്നാൽ നമ്മളെ അമലുകളൊക്കെ നമുക്ക് ഗുണം ചെയ്യാതെ പോകും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ നോക്കേണ്ടത് ഈ 4 ഘടകങ്ങൾ വെച്ചിട്ട് എനിക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടോ എന്നാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും സ്നേഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണമാണില്ല. പൂർണ്ണമായി സ്നേഹിക്കാൻ നമ്മൾ ആരാവില്ല? മുഅ്മിനാവില്ല. ലാ യുഅ്മിനു അഹദുക്കും, റസൂലുള്ളാഹിന്റെ പ്രയോഗം അതാണ്. മുഅ്മിനാവില്ല ഹത്താ അകൂന. നോക്കൂ, എന്ത് രസകരമായ പറഞ്ഞു. ഞാൻ അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരരാകുന്നത് വരെ, പ്രിയപ്പെട്ടവരാകുന്നത് വരെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത് 4 മനസ്സിലായി? ഇനി അള്ളാഹു നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കുക ഓരോരുത്തരും. അതിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ വെച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നോക്കൂ, ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ
ആ സ്നേഹിക്കുന്നവനോട് നമുക്ക് എന്ത് തോന്നും? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ അവനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും, മഹത്വം തോന്നും. അല്ലേ? ഉണ്ടോ? അല്ലേ? ഒരാളെ വെച്ചിങ്ങനെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ വെച്ചിങ്ങനെ ചിന്തിച്ചു, അപ്പോൾ എളുപ്പമാണ്. അയാളോട് ഭയങ്കര മഹത്വം തോന്നും, അല്ലേ? താല്പര്യം തോന്നും. നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമുക്കതുണ്ട്, പരിശോധിക്കണം. രണ്ടാമത്തേത്, സ്നേഹിക്കുന്ന ഒരാളെ ഏത് പരിസ്ഥിതിയിലും നമ്മൾ അനുസരിക്കും. അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അല്ലേ? ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും എന്തുകൊണ്ടാണ് ഇറങ്ങി പോണത്? ആ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. അല്ലേ? മാത്രമല്ല, ഒരിക്കലും നമുക്ക് അയാളെ സ്നേഹിക്കുന്നവനെ ധിക്കരിക്കാൻ നമുക്ക് കഴിയില്ല. ആണോ? അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഈ രീതിയിലുള്ള സ്നേഹം നമുക്ക് അള്ളാഹുവിനോടുണ്ടോ? നമ്മൾ ആലോചിക്കണ്ട. നമുക്ക് എന്തുകൊണ്ടാണ് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുന്നത്? സ്നേഹമില്ലാത്തതുകൊണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ നഷ്ടപ്പെടില്ല. നട്ടപ്പാതിരിക്ക് വിളിച്ചാൽ നമ്മളെന്താവും? ഇറങ്ങിപ്പോവും. ഉറപ്പാ. എത്ര സമയമാണെങ്കിലും നമ്മൾ കാത്തുക്കും. അല്ലേ? ഇപ്പം നമുക്ക് സാധിക്കണില്ല. രാത്രി എഴുന്നേക്കാൻ നമുക്ക് കഴിയണില്ല. നിസ്കരിക്കാൻ എഴുന്നേക്കാൻ നമുക്ക് കഴിയില്ല. എന്ത് കഴിയാത്തത്? സ്നേഹമില്ലാത്തതുകൊണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ അടയാളം, സ്നേഹിക്കുന്നവൻ എപ്പോഴും സ്നേഹിക്കുന്നവൻ്റെ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കും. അല്ലേ? മനസ്സിലുണ്ടാവും, ഹൃദയത്തിലുണ്ടാവും, മറ്റുള്ളവരോട് പറയും ചെയ്യും, എനിക്കയാളെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? ചിലപ്പോൾ നമ്മളെ അവയവങ്ങളെ കൊണ്ടും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കും. അയാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. ഉണ്ടോ? അല്ലേ? സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ അതുണ്ടാവും, ഒറിജിനൽ സ്നേഹം. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അത് നമ്മുടെ ഉള്ളിലുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ? നമ്മുടെ നാവിലുണ്ടോ? നമ്മുടെ മറ്റ് അവയവങ്ങളിലുണ്ടോ? നമ്മൾ പരിശോധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാകുമ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ, ആരെയാണോ നാം സ്നേഹിക്കുന്നത് അയാളുടെ സംസാരം കേൾക്കാൻ നമുക്ക് എന്താവും? അല്ലേ? എത്ര നേരവും കാത്തുപോലെ, എത്ര സമയം പോയത് അറിയോ? ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഹജ്ജിനൊക്കെ വന്ന് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയാൽ, രാത്രി ഒരുമിച്ച് കൂടി നിൽക്കുക, വർത്താനം പറഞ്ഞ് ചിലപ്പം നേരമെടുക്കും. ഈ സ്നേഹം, ഈ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത്. നമുക്ക് സത്യം പറയും, അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? കേൾക്കാൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് ഇന്ന് ഖുർആൻ. നമുക്ക് ഇഷ്ടമുണ്ടോ കേൾക്കാൻ? നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ചിലപ്പോൾ വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ പഠിക്കാറുണ്ടോ? ഉണ്ടോ? പോകട്ടെ. സ്നേഹിക്കുന്ന ആളുടെ സംസാരം കേട്ടാൽ എന്ത് കിട്ടും? നമുക്ക് എനർജി കിട്ടൂലേ? ഭയങ്കര എനർജി കിട്ടും, ഭയങ്കര ആസ്വാദനം കിട്ടും. നമ്മൾ എൻജോയ് ചെയ്യും ആ സംസാരം. ആലോചിച്ചു. ഞാനത് പറയുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് പറ്റിയൊരു ഉദാഹരണം ഉള്ളിൽ കൊണ്ടുവന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ സംസാരം കിട്ടും നമുക്ക് എനർജി കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ സംസാരത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നോക്കൂ, നമ്മളൊരാളെ നന്നായി സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ പറയുന്ന കൽപ്പനകളെ നമ്മൾ ശിരസാ വഹിക്കും. അല്ലേ? അയാൾ ചെയ്യണ്ടാറ് നമ്മൾ ചെയ്യൂല, അയാൾ പോകണ്ടാറ് നമ്മൾ പോവില്ല. അങ്ങനല്ലേ? അതാണല്ലോ സ്നേഹം. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുള്ളൂ. എന്താണ് ഞാൻ ചെയ്യാറുണ്ട്? എൻ്റെ ഭാര്യ പറഞ്ഞു ചെയ്യണ്ട, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു ചെയ്യണ്ട. എന്താ ചെയ്തത്? ഉത്തരം. നോക്കൂ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇതുണ്ടോ? നമ്മൾക്ക് ഉണ്ടോ? അള്ളാഹു പറഞ്ഞു എന്ന കാരണത്താൽ ഒരു തിന്മയിൽ നിന്ന് ആ തിന്മയുടെ ഭൗതികമായ ദൂഷ്യങ്ങൾ പരിഗണിക്കാതെ നമ്മൾ വിട്ടു നിന്നിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം. അള്ളാഹു നിരോധിച്ചു എന്ന കാരണത്താൽ ഒരു തിന്മയിൽ നിന്ന് ആ തിന്മയുടെ ഭൗതിക ദൂഷ്യങ്ങൾ പരിഗണിക്കാതെ നമ്മൾ വിട്ടു നിന്നിട്ടുണ്ട്.
ആലോചിച്ച് നോക്കൂ, നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട സംഗതി. നമ്മൾ മക്കയിലാണ്, മക്കയിൽ നമുക്ക് ഇങ്ങനെ മാറി വേണം പോകാൻ. ഇനി നമ്മളപ്പോൾ അള്ളാഹ് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് എന്താണ്? അതാണ് സ്നേഹം. മാറി നിൽക്കണം, അതാണ് സ്നേഹം. അതിൻ്റെ ഭൗതികമായ വിഷയം നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. മാത്രമല്ല, അതിൽ നമുക്കൊരു ആസ്വാദനം കിട്ടണം. അത് ഒഴിവാക്കിയതിലാണ് ആസ്വാദനം ഉണ്ടാകുന്നത്. അത് കിട്ടും, നമ്മൾ അറിയാതെ വരും. കാണാൻ പാടില്ലാത്ത ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം കാണാൻ പാടില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് കാണാനുള്ള ആഗ്രഹം വരുന്നു, നമ്മൾ കാണും. എന്നാൽ ആ ആഗ്രഹം വരുമ്പോൾ ഞാൻ കാണൂല. എന്താ കാണാത്തത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാത്തത് എന്ന വിചാരത്തോടെ കാണാതിരുന്നാൽ അത് കണ്ടതിനേക്കാളുള്ള ആസ്വാദനം അള്ളാഹു നമുക്ക് തരും. ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കി. അത് കണ്ടതിനേക്കാളുള്ള ആസ്വാദനം. കേൾവി അങ്ങനെ തന്നെ, അത് കേട്ടതിനേക്കാളുള്ള ആസ്വാദനം നമുക്ക് കിട്ടും. അതാണ് ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിച്ചു നോക്കുക. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. നിങ്ങൾ ഉദാഹരണം ഞാനത് പറയുമ്പോൾ ഞാൻ വളരെ സാവധാനം പറയണേ. എന്താ വെച്ചാൽ നിങ്ങൾ ഉദാഹരണം ഇങ്ങനെ കരുതിക്കും. അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? പറ്റുമോ? സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ഉറങ്ങാൻ കഴിയും. തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ കിടക്കും. അവസാനം എവിടെയാണോ അയാളുള്ളത് ചിലപ്പോൾ അവിടെ പോകും, അല്ലെങ്കിൽ അയാളെ വിളിക്കും, എന്നിട്ട് അയാളോട് സോറി പറയും, മാപ്പ് ചോദിക്കും. അങ്ങനെയല്ലേ ചെയ്യാം? എത്ര രാത്രികൾ സഹോദരന്മാരാലോചിച്ച് നോക്കൂ, എത്ര രാത്രികൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രാത്രികളായി നമുക്ക് പോയിട്ടുണ്ടല്ലേ? എത്ര രാത്രികൾ ഇഷ്ടപ്പെടുത്തിയേ അന്ന് ഉറങ്ങാവൂ, പക്ഷെ ഇഷ്ടപ്പെടാത്ത എത്ര രാത്രികൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്തിട്ട് എത്ര രാത്രി നമ്മൾ ഉറങ്ങിന്, അല്ലേ? ബെഡിൽ കിടന്ന് തെറ്റ് ചെയ്തുകൊണ്ട് ഉറങ്ങിയിട്ടില്ലേ? നമ്മളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞത്, ആർക്കും ഒന്നും തോന്നണ്ട. ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞത്. ബെഡിൽ കിടന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. എനിക്ക് ഓർമ്മയില്ല നാളെ, എനിക്കറിയില്ല അടുത്ത ദിവസം ഞാൻ എഴുന്നേൽക്കോ ഇല്ലേ എന്നുള്ളതൊന്നും. ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു രാത്രി പോലും അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങിപ്പോകരുത്. എന്തെങ്കിലും വന്നു പോയാൽ നമ്മൾ എന്താക്കണം? ഉടനെ തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഉറങ്ങാവൂ, അല്ലേ? ഇത് നോക്കൂ, ഒരാളെ നമ്മൾ സ്നേഹിച്ചാൽ അയാളുടെ സ്നേഹിതന്മാരെയും നമ്മളെന്താവും? ഉറപ്പല്ല? അതല്ലേ ഒറിജിനൽ സ്നേഹം. നമ്മൾ അയാളെ സ്നേഹിച്ചപ്പോൾ അയാളുടെ സ്നേഹിതന്മാരും എൻ്റെ സ്നേഹിതന്മാരാവും, അല്ലേ? അങ്ങനെ നോക്കൂ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഇനി അള്ളാഹിനോടുള്ള സ്നേഹം. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹു സ്നേഹിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവരോട് നമുക്ക് വെറുപ്പ് വരരുത്. നമ്മുടെ സ്നേഹത്തിന്റെ ക്രൈറ്റീരിയ ഒക്കെ മാറണം എന്നർത്ഥം. നമ്മുടെ സ്നേഹത്തിന്റെ ക്രൈറ്റീരിയ എന്തല്ല? നമ്മുടെ ഇഷ്ടമല്ല, നമ്മളുണ്ടാക്കിയ വരകളല്ല, നമ്മളുണ്ടാക്കിയ നിയമങ്ങളല്ല, പക്ഷെ അള്ളാഹു ഉണ്ടാക്കിയ നിയമം. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നമ്മളും എന്താക്കണം? ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ കൂടാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? അയാളെ കൂടെ കൂടണ്ടേ? അത് ശരിയാവില്ല. അങ്ങനെ നമ്മൾ പറയാം. നമുക്ക് ആരെ കൂടെ കൂടാൻ ഇഷ്ടം? നല്ല പണക്കാരൻ്റെ, നല്ല സമ്പന്നൻ്റെ, നല്ല തറവാടുള്ളവൻ്റെ, നല്ല ആക്ടറുടെ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരുടെ സുഹബത്ത്, സഹവാസം, കൂടെ കൂടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നുണ്ടോ? ഇതിനർത്ഥം അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കില്ല എന്ന് തന്നെയാണ്. ഏറ്റവും അവസാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം 10 മിനിറ്റിലധികമായി. ഏറ്റവും അവസാനം നോക്കൂ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ, സ്നേഹമുള്ളവരെ കാണാൻ നമുക്ക് പൂതി ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് മനസ്സിലാണല്ലോ. എല്ലാവരും അവിടെ ഇട്ട് പോന്നിട്ട് എത്ര തവണ നമ്മൾ ഫോണിൽ വിളിക്കണം?
ഇപ്പം ഇങ്ങനെ വീഡിയോ കണ്ടല്ലേ വിളിക്കുന്നത്, എത്ര സമയം നമ്മൾ ചിലവാക്കണം അല്ലേ? ഞാൻ സത്യമല്ല ചോദിക്കട്ടെ, അള്ളാഹുവിനെ കാണാൻ എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയോ? അള്ളാഹുവിനെ എനിക്ക് കാണണമെന്ന ഒരു ഷൗക്ക്, ഒരു പൂതി ഭയങ്കര. നബി ആയിഷ ബീവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കാണ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു. ഒരാൾ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടും. അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടാ. ഒരാൾ അള്ളാഹുവിനെ കാണാൻ വെറുപ്പായാലോ അള്ളാഹുവിന് അവനെ കാണാനും എന്താണ്? വെറുപ്പ്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ശരിക്ക് നോക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് വിശദീകരിക്കുക എന്താണെന്ന് പറയാൻ ഞാൻ വിശദീകരിച്ച്. ഒരിക്കലും ഇഖ്ലാസ് ഒരു വാക്കല്ല, ഒരു പദമല്ല, മറിച്ച് റബ്ബിനോടുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പേരാണെന്ത്? ഇഖ്ലാസ്. ആ ഇഖ്ലാസാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ആ സ്നേഹമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അതുണ്ടെങ്കിൽ നമുക്ക് ഹജ്ജാവുള്ളൂ. നമ്മുടെ ഹജ്ജാകുള്ളൂ. അപ്പോഴേ ആവും. നമ്മുടെ സലാത്ത് നമസ്കാരമാകണമെങ്കിൽ അതുണ്ടാകണം, ആ സ്നേഹം ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന പോലും പ്രാർത്ഥനയാകണമെങ്കിൽ അതുണ്ടാക്കണം. മനസ്സിലായി? അതുണ്ടാകേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കുക, എപ്പോഴും ഉണ്ടോ ഇല്ലേ? ഈ പറഞ്ഞ സംഗതികളൊക്കെ വെച്ച് ഞാൻ 4 അടയാളങ്ങൾ പറഞ്ഞു. പിന്നെ കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ ഓരോരുത്തരും അവനവനോട് ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന 2 പ്രാർത്ഥനകളുണ്ട്. അത് നബിയുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട. സലാം വീട്ടുന്നതിന് മുമ്പ് നബി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കും, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി. നമുക്ക് സ്വതമേ നമ്മൾ ആലോചിച്ചു, അതിൻ്റെ അർത്ഥം നമുക്കറിയാം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ആഴം എത്രയാണ്? എന്തുമാത്രം ആഴാണ് ആ പ്രാർത്ഥനയ്ക്കുള്ളത്? നമുക്കതിൻ്റെ അർത്ഥം അറിയാത്ത പ്രശ്നമല്ല, എല്ലാത്തിൻ്റെയും അർത്ഥം നമുക്കറിയാം. പക്ഷെ ആഴം അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ആഴത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എപ്പോഴും. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ, നിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ ധാരാളമായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തെങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? അതോ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരൽ തുമ്പുകൾക്ക് ഇടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ. നമ്മുടെ മശിയത്ത്, നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് അള്ളാഹു ഇതിങ്ങനെ മാറ്റിമറിക്കും. നമ്മുടെ ഉദ്ദേശം ആർക്കേ അറിയൂ? അതെ, ഭയങ്കര അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. മാറ്റിമറിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം. ഒരു അത്യാവശ്യമുള്ള മെസ്സേജ് നോക്കാനായിരിക്കും നമ്മൾ വാട്സപ്പ് തുടങ്ങി. വാട്സപ്പ് തുറന്നത് മാറി എവിടെത്തും? യൂട്യൂബിലെത്തും, ഫേസ്ബുക്കിലെത്തും, റീൽസിലെത്തും, അല്ലേ? ഇനി എന്ത് ശരിയൊക്കെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത റീൽസുകളിലേക്ക് പോകാറില്ല ആ വാട്സപ്പ് നോക്കിയിട്ട്. നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരിക്കും ഞാൻ അയാളെ വിളിച്ചത്, ഒരാളെ. പക്ഷെ പിന്നെ സംസാരം എന്തേ? മാറി പലരെക്കുറിച്ചും പറഞ്ഞു, പലരുടെ സ്വകാര്യതയും പലരുടെ കുറ്റവും ഒക്കെ പറഞ്ഞു, അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചു, വളരെ കൃത്യമായിട്ട് ആലോചിച്ചു, വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാൻ വേണ്ടി കൈകെട്ടി തുടങ്ങിയ നമസ്കാരം, അത് സലാം കിട്ടുമ്പോൾ എന്തിരിക്കും അവസ്ഥ? എവിടെയൊക്കെ പോയില്ലോ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. നമ്മൾ ചിലപ്പോൾ പള്ളിയിലൊക്കെ ചില ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഭയങ്കര നെയ്യത്തോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, പുറത്തിറങ്ങിയിട്ട് ഒരു സദക്ക കൊടുക്കാനുള്ള ക്ലാസ്സൊക്കെ കേട്ട് നിൽക്കുക. പുറത്തിറങ്ങിയിട്ട് ആ സദക്ക പിരിക്കണ സ്ഥലത്തെത്തുമ്പം നമ്മൾ ക്ലാസ് കേട്ടെന്ന് വിചാരിച്ച് ഇനി 1000 രൂപ കൊടുക്കണം. അവിടെ എത്തിയപ്പോൾ എത്ര? മുഖല്ലിബൽ ഖുലൂബ്. ഇത് എൻ്റെ അടുത്ത് സംഭവിക്കണം. ഞാൻ എന്നെക്കുറിച്ചുള്ള
സംഗതിയാണ് ഞാൻ പറയുന്നത്. അതാ നിങ്ങളാലോചിക്കും, നമ്മളിപ്പം അറബിലാണ്, ഇപ്പം മക്കയിലാണ്, ഒരുപാട് നല്ല തീരുമാനമൊക്കെ എടുത്തില്ലേ നമ്മൾ, അല്ലേ? ഞാൻ ഖുർആൻ പഠിക്കും, ഞാൻ ഖുർആൻ ക്ലാസ്സിൽ ചേരും, ഖുർആൻ എൻ്റെ ജീവിതത്തിലുണ്ടാവും, ഖുർആൻ എൻ്റെ ഹൃദയത്തിലുണ്ടാവും എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ ഖൽബ് ശരിയല്ലെങ്കിൽ അള്ളാഹ് മാറ്റും. നമ്മൾ അള്ളാഹ് എവിടുക്കാൻ നോക്കണേ? ഖൽബിലേക്കാണ്. ഒറ്റ ഖുർആനും നമുക്ക് വായിക്കാൻ പറ്റില്ല, ഒറ്റ ക്ലാസ്സും നമുക്ക് കിട്ടില്ല, ഒന്നും കിട്ടൂല. ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്. നോക്കൂ, ഹൃദയം സ്തംഭിക്കുന്ന ഒരു ദിവസമുണ്ട്, ഉണ്ടല്ലേ? അതിൻ്റെ മുമ്പ് നമ്മൾ അള്ളാഹിനോട് ഇത് പറഞ്ഞു വാങ്ങണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. കിട്ടൽ സ്നേഹത്തിൻ്റെ അടയാളം, മനസ്സിലായി? പിന്നെ നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തആതിക്. യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനെ, സർരിഫ് ഖുലൂബനാ അലാ തആതിക്, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് എൻ്റെ ഹൃദയത്തെ നീ തിരിച്ചു തരണം. അള്ളാഹ് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് എന്ന് അള്ളാഹു അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹു നല്ലതിലേക്ക് നമ്മളെ തിരിച്ചു തരണം. അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുക, കൊതിക്കുക. പോരാ. ഈ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 4 കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് എത്തുക. തവക്കുൽ മുതൽ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിലേക്ക് എത്തുക. ഞാൻ ചോദിച്ച 8 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ ഞാൻ എവിടെയാണ് എന്ന് പരിശോധിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ശരി, എന്നിട്ട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ സ്നേഹം ചോദിക്കും, എനിക്ക് കിട്ടും. അള്ളാഹ് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട സഹോദരന്മാർ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. നീ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഞാൻ ചോദിക്കും. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ, കൂടെ ആകാൻ, കൂടെ കൂട്ടുകൂടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടോന്ന്? പോരാ. മൂന്നാമത്തേത് വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. നിന്നിലേക്ക്, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന അമലുകളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ എനിക്ക് സ്നേഹിക്കാനുണ്ട്. ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിൻ്റെ സ്ഥലം ഖൽബാണ്. അല്ലാതെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൊപ്പിയല്ല, താടിയല്ല, തലപ്പാവല്ല, ഒന്നുമല്ല. നമ്മുടെ ഹൃദയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹൃദയത്തിലാണ് എൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് മസ്ഊദ് പറഞ്ഞത് മണലിൽ നടക്കണ മാതിരി. ഇതൊക്കെ ശരിക്കും ഞാൻ പറയണതെന്ന് വെച്ചാൽ ഉദാഹരണങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വരണം. മണലിൽ നടക്കണ മാതിരിയാണ്. മനസ്സിലായി? അടയാളമൊന്നും ഉണ്ടാവില്ല. അടയാളം ഉണ്ടാവും, ഒച്ച ഉണ്ടാവും. അടയാളം ഉണ്ടാവും, ഒച്ച ഉണ്ടാവും. നമുക്കിങ്ങനെ നോക്കിയാൽ അറിയും നമ്മുടെ ഹൃദയം സലീമായിട്ടുണ്ടോ, ഇഖ്ലാസ് ഉള്ളതായിട്ടുണ്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാത്തിലും അത് പരിശോധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, വലതും അടുത്തൊന്നും നമ്മൾ നോക്കണ്ട, വേറെ ചിന്തയിലേക്കും പോകണ്ട. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അള്ളാഹുവിനോട് മാത്രമുള്ള അഗാധമായ സ്നേഹമാണ് ഇഖ്ലാസ്. ആ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ജീവിതം എളുപ്പമാകും, നമ്മുടെ മരണം എളുപ്പമാകും. ഒക്കെ എളുപ്പമാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും എളുപ്പമാകും, നമ്മുടെ ഹജ്ജ് എളുപ്പമാകും. ഇതില്ലെങ്കിലോ ഒക്കെ പ്രയാസമായിരിക്കും. നിങ്ങൾ എത്ര നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും പ്രയാസമായിരിക്കും. ഇതുണ്ടായാലോ അള്ളാഹു നമുക്കൊക്കെ എളുപ്പമാക്കി തരും. അള്ളാഹു ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പൂർണ്ണമായ ഇഖ്ലാസ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിതിന് ഒരു സ്നേഹം പറഞ്ഞത്, രണ്ടാമത്തെ സ്നേഹം നമുക്ക് നാളെ പറയാം. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും.
മനസ്സിലായില്ലേ? എന്നിട്ട് ആ സ്നേഹം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, കൂട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെറും പ്രാർത്ഥന കൊണ്ട് എന്താവില്ല, ഒന്നും കിട്ടൂല. കിട്ടുമോ? വെറും പ്രാർത്ഥന കൊണ്ട് കിട്ടൂല. നമ്മൾ ചെയ്യാൻ നമ്മൾ എന്താക്കണം? ചെയ്യണം. ഒരാൾ എനിക്ക് നല്ല സന്താനങ്ങളെ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുമോ? കല്യാണം കഴിക്കണ്ടേ? അത്രേ ഉള്ളൂ. അത് നമ്മളെല്ലാ വിഷയത്തിലും അത് പ്രാവർത്തികമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹബത്ത്, സ്നേഹം അതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെയും പോകില്ല. വേറെ എവിടെയും പോകില്ല. നോക്കൂ, എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് മനുഷ്യന്മാർ ദുആ ചെയ്യുന്നത്? അതിനോടാ സ്നേഹം, ഈ സാധനങ്ങളോടാ സ്നേഹം. അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അല്ലാത്തവരെ അൻദാദുകളാക്കുന്നവർ. അൻദാദ് എന്ന് പറഞ്ഞാൽ പങ്കുകാർ. ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്നല്ല പറയാ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അവരല്ലാഹനെ സ്നേഹിക്കുന്നത് പോലെ ഈ സാധനങ്ങളെയും എന്ത് ചെയ്തു? സ്നേഹിച്ചു. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി മാറ്റി പറയണം, അള്ളാഹനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം. പക്ഷെ നമ്മൾ ആരാകണം? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർ ആരായിരിക്കണം? ഈമാൻ്റെ അടയാളം എന്താ? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഏറ്റവും സ്നേഹം ആരോടായിരിക്കണം? അപ്പൊ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൂ, അള്ളാഹു പറഞ്ഞോടത്തെ തവാഫ് ചെയ്യൂ. അതല്ലാത്ത കാലത്തോളം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തൗഹീദിന്റെ പോലും അടിസ്ഥാനം എന്താ? ഈ സ്നേഹം. മനസ്സിലായിട്ടൊക്കെ പറഞ്ഞ്, തൗഹീദിന്റെ പോലും അടിസ്ഥാനം ഈ സ്നേഹമാണ്. ഈ സ്നേഹം മാത്രം മതി നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാം. ഈ സ്നേഹം മാത്രം മതി. കാരണം ഈ സ്നേഹം വന്ന വാക്യൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് വരും. ഈ സ്നേഹം മാത്രം മതി. നിങ്ങൾ ആലോചിച്ചു, നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കണേ. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹമാണ് ഇത് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെങ്കിൽ, നിങ്ങളിത് കേൾക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഈ മഹബത്ത്, ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയണമെന്ന പൂതിയാണെങ്കിൽ അത് മതിയാവും. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാം. ഇൻഷാ അല്ലാഹ് അത് മതിയാവും. ആ ഒരു ചെറിയ സമയം മതിയാവും, ആ ഒരു ചെറിയ സന്ദർഭം മതിയാവും, നമ്മൾ രക്ഷപ്പെടാം. അള്ളാഹു സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, നിന്റെ സ്നേഹം, നിന്റെ മഹബത്ത് വാരിക്കോരി ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണം. നമുക്ക് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വദൂദ് എന്ന് പറഞ്ഞൊരു പേര് പഠിപ്പിച്ചില്ല. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എൻ്റെ റബ്ബ് എന്നോട് റഹീമാണ്. അതെല്ലാവർക്കും അറിയാം. റഹ്മത്ത് എല്ലാവർക്കും അറിയാം. ഇനി മറ്റെന്താ? വദൂദ്. വദൂദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സാധാരണ സ്നേഹമല്ല. വദൂദ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഇല്ലാത്ത സ്നേഹം. നമ്മളിപ്പോ സ്നേഹിക്കലെങ്ങനെ? എക്സ്ചേഞ്ച് പ്രോഗ്രാമാ സ്നേഹം, അല്ലേ? ആണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ. നമ്മളെ ശരിക്കും നമ്മളെ ഈ ദമ്പതികൾക്കിടയിൽ പോലും ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണുള്ളത്. അത് സ്നേഹമല്ല ശരിക്കും. വദൂദ് അള്ളാഹു വദൂദ്. വദൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു എന്താക്കും? സ്നേഹിക്കും. അപ്പൊ നമ്മൾ സ്നേഹിച്ചാലോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന ഭാഗ്യവും നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സ്നേഹം കൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഇഖ്ലാസോടെ, നല്ല ഇഖ്ലാസോടെ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമർ റഹീമീനായ റബ്ബേ, ഇഖ്ലാസിലൂടെ സ്നേഹമുണ്ടായി, ആ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഞങ്ങൾക്ക് നീ മഖബൂലായി മബ്റൂറായി എളുപ്പമാക്കി തരണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.